എടി നമ്മളിതിന് എമ്പുരാസിനിമ പോയില്ലേ? ഡോറ ഇവിടെ വരെ ഇല്ലേ വന്നത്? നമ്മൾ ആ മലമുകളിൽ കയറിയില്ലല്ലോ. നീ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? നിനക്കാണെങ്കിൽ മല കാണാൻ നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരെ? അതിന് ചേച്ചാ മല കാണാൻ രസമല്ലേ? മല കാണാൻ രസമുണ്ട്, പക്ഷെ പേടി വരുന്ന മല കണ്ടിട്ട്. എന്ത് പറയാം, ഡോറ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഡോറയോട് പോയില്ലല്ലോ മലമുകളിലോട്ട്. വാടി നമുക്ക് പോയി നോക്കാടി, വാ പ്ലീസ്. നടക്കും. അയ്യോ പണി കിട്ടിയ എന്താ സാധനം ആടി ഇരിക്കുന്നേ? ഞാൻ അപ്പഴേ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട വരണ്ട, ഈ മല കണ്ടിട്ട് പേടിയാവുന്ന ഞാൻ പറഞ്ഞതാ. ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ ചേച്ചി? ഇന്നലെ ഡോറയൊക്കെ ഈ മലയെ കൊണ്ടല്ലേ കയറി പോയത്. അവരെങ്ങനെ പോയി കാണും? പാവങ്ങൾ അങ്ങ് എത്തിപ്പെട്ട് കാണുമോ? എടി ആരാ മലയിൽ നടന്നു വരുന്നടി? ഇതാരാ? എന്താ പിള്ളേരെ നിങ്ങൾ ഇവിടെ? അതന്നെ ഞങ്ങൾ വെറുതെ മല കാണാൻ വേണ്ടി വന്നതാ. ബെസ്റ്റ് സ്ഥലത്ത് തന്നെ വന്നത്. അപ്പൊ പിന്നെ ചേട്ടൻ എന്തിനാ ഇവിടെ വന്നേ? എന്തോന്ന് പറയാന്, ഇന്നലെ എന്റെ കൂട്ടുകാരൻ ഞാനും കൂടെ ആണെങ്കിൽ ഇവിടെ ബോൾ കളിക്കുന്ന ഗ്രൗണ്ടില്. ഞാനെങ്കിൽ ശക്തിക്കെന്ന് ആ ബോളൊന്ന് അടിച്ചതാ. തീർച്ചയായും ഈ മലമോളിലാണ് വന്ന് വീണത്. അയ്യോ, അതിന് എന്റെ കൂട്ടുകാരൻ എന്നെ പറയാത്തൊന്നുമില്ല. നീ ഇതിന്റെ ആ മോളൊന്നും ഞാൻ മലയിൽ അടിച്ചിട്ടെന്ന് പറഞ്ഞത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ മോളൊന്ന് കണ്ടുപിടിക്കണമെന്നായിരുന്നു. ഈ മലയെക്കുറിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണെങ്കിൽ എന്താണെന്നറിയോ, അവരെല്ലാവർക്കും പോയി. പക്ഷെ എനിക്കാണെങ്കിൽ ഈ മോള് കണ്ടുപിടിക്കണമെന്ന് വാശിയായിരുന്നു. കാരണം ഞാൻ ഇവിടെ തട്ടിയിട്ടെന്നുകൊണ്ട് അവരെല്ലാം കൂടെ എന്നെ ഇട്ട് വഴക്ക് പറഞ്ഞില്ലേ. അയ്യോ, ഇതാണെങ്കിൽ പ്രേതങ്ങളുടെ താഴ്വരയത്. നിനക്ക് അറിയത്തില്ലായിരുന്നോ? ഈ ഭാഗത്താണെങ്കിലേ മലമോളിൽ നിന്നാണെങ്കിൽ പ്രേതം എടുത്ത് ചാടും എന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട് പിന്നെ അതങ്ങ് തിരിച്ചു കയറി പോകും, പിന്നെ എടുത്ത് ചാടും, അങ്ങനെയൊക്കെയാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ബോൾ എങ്ങനെങ്കിലും കണ്ടുപിടിക്കണമെന്നുള്ള വാശിക്ക് വന്നതാ. എവിടെ കിട്ടാന്? ആ ബോളിന്റെ അസ്ഥി കൂടെ മാത്രം കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ആ പ്രേതങ്ങളാക്കി ആ ബോൾ വരെ തിന്നേക്കുന്നു. അയ്യോ, ഏതാണ്ട് സൗണ്ട് കേട്ടല്ലോ. മിക്കവാറും ആകാനാ സാധ്യത. എവിടെ എവിടെ? ഇപ്പൊ കാണുന്നില്ല, തിരിച്ചു കയറി പോയി കേട്ടോ. അയ്യോ, ഞാനിനി എന്തോന്ന് ചെയ്യാനാ? അയ്യോ, വീണ്ടും ആ സൗണ്ട് കേട്ട്. ആ പ്രയോഗം പിന്നെ വരുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണോ മക്കളെ ന്യൂഡിൽസ്? ഇതൊക്കെ നിങ്ങൾ രണ്ട് താമസം വരാന്. കുട്ടുപോലാണോ വേണോന്ന് ചോദിക്കുന്നത് ന്യൂഡിൽസ്? കൊള്ളാം, ന്യൂഡിൽസ് കൊതിയോട് ചോദിക്കുക ന്യൂഡിൽസ് വേണോ നമ്മ. വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞ് ന്യൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത്. എന്താ മക്കളെ, എന്താ നിങ്ങൾ മൂന്നുപേരും മൂന്ന് രീതി വന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ. അമ്മയുടെ കേട്ടൊന്ന് വന്നേ, ഒരു രഹസ്യം പറയട്ടെ. എടി, നമ്മൾ ആ പ്രേതമുള്ള മലയിലൊക്കെ പോയ കാര്യം അമ്മയോട് പറയില്ലേ? അമ്മ വഴക്ക് പറയും കേട്ടോ. ഞാനെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിലിരിക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. കുട്ടുമോനോട് കൂടെ നീ എന്ന് പറഞ്ഞേരെ, അമ്മയോട് പറയില്ലേന്ന്. എന്തുവാ രഹസ്യം പറച്ചിലൊക്കെ? എടാ കുട്ടുമോനെ, അമ്മയോട് പറയില്ല നമ്മൾ അവിടെ പോയ കാര്യം. അമ്മ വഴക്ക് പറയുന്നു കേട്ടോ. ഇങ്ങനെ പറഞ്ഞു എന്നോട്. ഞാൻ അമ്മയോട് പറയും. നീ എന്നെ അടി വാങ്ങിക്കും കേട്ടോ. എന്തോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം പറച്ചില്? അമ്മയാണെങ്കിൽ മോനും അമ്മണിക്കും കൂടെ എടുത്തിട്ട് വരാം കേട്ടോ. എനിക്ക് വേണ്ട എന്റെ ന്യൂഡിൽസ്. എന്റെ അമ്മയാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കി വെക്കുമായിരുന്നു വൈകിട്ട്. ഇടിയപ്പം ചിക്കൻ കറിയാന്നാ പറഞ്ഞത് അമ്മ. അതുകൊണ്ട് എനിക്ക് വേണ്ട. ന്യൂഡിൽസ് കഴിച്ച് വയറ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടിയപ്പം കഴിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ. ആണോ? അപ്പൊ മോക്ക് വേണ്ടേ? എനിക്ക് വിശക്കുന്നു, ഞാൻ അത് വീട്ടിൽ പോട്ടെ. അമ്മ ഇപ്പൊ ഇടിയപ്പം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് കാണുമായിരിക്കും. അമ്മ ഇതൊന്ന് ബ്യൂട്ടി പാർലറിൽ നേരത്തെ വരുമെന്ന് പറഞ്ഞായിരുന്നു. എടാ, അതൊക്കെ വലിയൊരു രഹസ്യമാ. പിന്നെ ഞങ്ങൾ അറിയാൻ പറ്റാത്ത രഹസ്യം എന്തോന്നാ? അമ്മണി ചേച്ചിട്ട് പറഞ്ഞ കാര്യം എന്തോന്ന്? അമ്മണിയോട് പറഞ്ഞു. എന്നോട് മാത്രം പറയത്തില്ലല്ലോ. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ പേടിക്കും, അതുകൊണ്ടാ. അയ്യോ, എന്നാ വേണ്ട, എനിക്ക് പേടിക്കുന്ന കാര്യം കേൾക്കാൻ പേടിയാ.
എന്നാ കുട്ടുമ്പോ ന്യൂഡിൽസ് കഴിക്ക്. അമ്മ ഇന്ന് വെറുതെ ഉണ്ടാക്കിയേ ഉള്ളൂ ന്യൂഡിൽസ്. നാളെ ഞാൻ വാങ്ങിച്ചതിന്റെ ഇരിപ്പുണ്ടായിരുന്നു ബാലൻസ്. അത് ഇരുന്ന് കഴിഞ്ഞ് ചീത്തയായപ്പോൾ പറഞ്ഞ് ഉണ്ടാക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ ഉടനെ ഒന്നും വാങ്ങിക്കുന്നില്ല. ഇത് ശരീരത്തിന് ഗുണമില്ലാത്ത സാധനമാണ് കേട്ടോ. കണ്ട അമ്മണി എങ്കിൽ കണ്ടോ അവിടെ പോയി ഇടിയപ്പവും ചിക്കൻ കറിയും കഴിക്കാൻ പോവോ. അത് പിന്നെ ഗുണമുള്ള സാധനമാണ്. ഇതെന്തോന്ന് ഇത് ഗുണമില്ലാത്ത സാധനം. ഞാൻ പിന്നെ ബാക്കിയിരുന്ന് ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ. ഇനി എപ്പോഴെങ്കിലും വാങ്ങിക്കത്തില്ല കേട്ടോ. അമ്മയ്ക്ക് അടുക്കള ജോലി ഉണ്ട്, അങ്ങോട്ട് പോട്ടെ. അതിനിപ്പോ എന്താ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. എന്റെ കാര്യങ്ങൾ എന്താ ഇറക്കണ്ട. നീ എന്താടാ പിന്നെ പിന്നെ തർക്കുത്തരം പറയുന്നത്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ എന്റെ നടി വാങ്ങിക്കും കേട്ടോ. വേണ്ട, നിനക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല കേട്ടോ. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ വെറുതെ. എടാ കുട്ടുമണി, ഞാൻ അടുക്കള ജോലിയാ, പിന്നെ വരാം. നിർത്തറ, എപ്പോഴാണ് ഞാൻ നിന്നെ പേടിപ്പിച്ചത്? രണ്ടുപേരും കൂടെ അടി കൂടാമേ. എന്തായാലും തൽക്കാലം ഞാനിപ്പോ പോവാ. ഞാൻ പിന്നെ വരും.